എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രി തുടങ്ങുകയാണ്. അപ്പം അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നവരാത്രിയെക്കുറിച്ച് പറയാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതിയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം മഹാലക്ഷ്മിയേ നമഃ. ഓം ദുർഗാദേവിയേ നമഃ. ഇന്ന് നവരാത്രി തുടങ്ങുകയാണ്. എല്ലാവർക്കും എൻ്റെ നവരാത്രി ദിന ആശംസകൾ. നവരാത്രിയെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഈ 9 ദിവസത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നവരാത്രി സമയത്ത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നു. എന്തിന് നവരാത്രി ആഘോഷിക്കണം? അതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ, നമ്മൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും വരാൻ, അതിനൊക്കെ വേണ്ടി തന്നെയല്ലേ നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദേവിയുടെ 9 രൂപങ്ങളെയാണ് നമ്മൾ നവരാത്രിക്ക് ആഘോഷിക്കുന്നത്. അതിലൂടെ നമുക്ക് വിദ്യ, ധനം, ഐശ്വര്യം, അതോടൊപ്പം മോക്ഷം, അങ്ങനെ എല്ലാം നമുക്ക് ലഭിക്കും എന്നാണ് വിശ്വാസം മാത്രമല്ല, അങ്ങനെ തന്നെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളത് ശരിയായ രീതിയിൽ ആഘോഷിക്കണം, അത് ശരിയായ രീതിയിൽ ആചരിക്കണം. ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഈ 9 ദിവസത്തിൽ ഓരോ ദേവതകളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതായത് പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാർത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ച അഷ്ടമം, നവമം സിദ്ധിതാം പ്രോക്ത നവദുർഗാം പ്രതിഷ്ഠിതാം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദേവി മഹാത്മ്യത്തിലെ ദേവി കവചത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 9 ഭാവങ്ങളിലായിട്ട് ഏത് തരത്തിലാണ് ദേവിയെ നമ്മൾ എങ്ങനെയൊക്കെ ആചരിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെയാണ് നമ്മൾ മാഹാത്മ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുന്നത്, അല്ലേ? ഇപ്പം എന്തായാലും ദേവി അവതരിക്കുന്നു, അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നു, ദശാവതാരങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? ദേവി എന്തിനാണ് അവതരിച്ചത്? ദേവി എപ്പോഴും എന്തെങ്കിലും ഈ ലോകത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ദേവന്മാർക്ക് അതുമാതിരി പല പല സമയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ദേവി അവതരിച്ചിട്ട്, അതായത് ഈശ്വരൻ്റെ ഓരോ അവതാരങ്ങളാണിത്. അപ്പം ദേവി ചൈതന്യം എന്ന് പറയുന്നത് ആ പ്രകൃതിയിലുള്ളതാണ്. പുരുഷനും പ്രകൃതി എന്നാണ് പറയുക. മഹാവിഷ്ണുവും ലക്ഷ്മി ദേവി എന്ന് നമ്മൾ പറയും, ശ്രീ പരമശിവനും പാർവതി എന്ന് പറയും. അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും, അപ്പോൾ അതാണ് പ്രകൃതിയിലെ ആ ഒരു ദേവി ചൈതന്യമുണ്ട്. അത് ഒരു രൂപത്തിൽ, ഒരു മനുഷ്യരൂപത്തിലായിട്ട് പ്രകൃതിയിൽ അവതരിച്ച് നമ്മൾക്ക് ഒരു ഗുരുവായിട്ട് അവതരിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു. നമ്മളിലെ തന്നെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനും നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മളോട് ഡോക്ടർ പറയും, നിൻ്റെ അസുഖം മാറണമെങ്കിൽ ഇന്ന രീതിയിൽ മരുന്ന് കഴിക്കണം, അല്ലേ? നമ്മളോട് പറയില്ലേ, രാത്രി ഇത്ര സമയത്ത് മരുന്ന് കഴിക്കണം, അതുപോലെ ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം, ആഹാരത്തിന് മുമ്പ്, അങ്ങനെയൊക്കെ പറയാറില്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങണമെങ്കിൽ ദേവി പറയുന്നത് പോലുള്ള കാര്യങ്ങൾ, ദേവി അവതരിച്ച് വന്നിട്ട് നമ്മളിലുള്ള ആ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി നിനക്ക് സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ നീ ഇതൊക്കെ ചെയ്യൂ, അങ്ങനെയാണ് ദേവി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 9 ദിവസം നമ്മൾ ആരാധിക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ നവരാത്രി തുടങ്ങുന്നതിൻ്റെ മുമ്പായിട്ട്, ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ മഹിഷാസുരൻ്റെ കോലം കത്തിക്കുക, അങ്ങനെയൊക്കെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ മഹിഷാസുരൻ എന്ന് പറയുന്ന, മഹിഷാസുരനെ ദേവി വധിക്കാൻ വേണ്ടി, മഹിഷാസുരൻ ദേവലോകം പിടിച്ചടക്കിയപ്പോൾ ദേവന്മാർ പുറത്തായി. അപ്പോൾ ദേവിയെ അവർ 9 ദിവസം പ്രാർത്ഥിച്ചു. അങ്ങനെ മഹിഷാസുരനെ ദേവി വധിച്ചു, എന്നിട്ട് ദേവന്മാരെ രക്ഷപ്പെടുത്തി. അതുപോലെ രാവണന് നല്ല ശക്തി വർദ്ധിച്ച സമയത്ത് ശ്രീരാമന് രാവണനെ കൊല്ലാൻ പറ്റാണ്ടായി. അപ്പോൾ ഈ 9 ദിവസം ദേവിയെ പൂജിച്ച് ആ നവരാത്രി സമയത്ത് ശക്തി ആർജിച്ചിട്ടാണ് പിന്നെ രാവണനെ കൊല്ലാൻ പറ്റിയത് ശ്രീരാമന്. അങ്ങനെ പല പല തരത്തിലുള്ള കഥകളുണ്ട്.
അപ്പോൾ ഈ എന്തിനാണ് നമ്മൾ ഈ കോലം കത്തിക്കുക എന്നൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ആദ്യം ശുദ്ധമാക്കും. വീട്ടിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് കൊണ്ടുപോയി കത്തിച്ച് വീടൊക്കെ വൃത്തിയാക്കി നല്ലപോലെ അടിച്ച് തൂത്ത് വൃത്തിയാക്കി കോലമൊക്കെ വരച്ച് അങ്ങനെ നമ്മൾ വൃത്തിയാക്കി മുറ്റത്ത് കോലമൊക്കെ വരച്ച് അങ്ങനെ വൃത്തിയാക്കി വെക്കണം. അപ്പം ആദ്യം തന്നെ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ള അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് പോസിറ്റീവ് എനർജി വരും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ രാവിലെ നേരത്തെ കുളിച്ച് ധ്യാനം, ജപം ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഒന്നാം ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രഥമം ശൈലപുത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശൈലപുത്രി എന്ന് പറയുന്നത് ശൈലം പറഞ്ഞ പർവ്വതം, ശൈലം പറഞ്ഞ പർവ്വതം, പർവ്വതത്തിൻ്റെ പുത്രി പാർവതി അല്ലേ. അപ്പം അത് ഈ ശൈലപുത്രിയായിട്ട് ദേവി ജനിച്ചത്. അപ്പം ആ ദേവിയുടെ ജനനത്തിന് പാർവതി ദേവിയുടെ ചരിത്രവും ഇതിൽ വരുന്നു. പാർവതി ദേവിയായിട്ട് അവതരിച്ചതാണ് ദേവി. ആദ്യം സതി എന്നായിരുന്നു. ആദ്യം ദക്ഷന്റെ പുത്രിയായിരുന്ന സതീദേവി ശിവന്റെ ഭാര്യയായിരുന്നു. ശിവനെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് അങ്ങനെ. പക്ഷേ ദക്ഷ പ്രജാപതിക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഈ സതീദേവി ശിവനെ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ശിവനിലും നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശിവനിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ലളിതമായ ജീവിതം എങ്ങനെ നയിക്കണം എന്നാണ് ശിവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അത് ആഡംബരമായി ജീവിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടില്ല. നമ്മൾ ശിവനെ പോലെ ജീവിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സിമ്പിളാണെന്ന് നോക്കൂ. ശിവൻ ആ ഒരു സിമ്പിളായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾക്ക് പോകാൻ ഇന്നുള്ളവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇന്ന് ആഡംബര ജീവിതത്തോടാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ദക്ഷ പ്രജാപതിക്ക് ശിവനെ ഒരു കാട്ടിൽ വസിക്കുന്ന ഭൂതഗണങ്ങളോടുകൂടി വസിക്കുന്ന ഒരു ശരിയായ രീതിയിലുള്ള ആളല്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം കണ്ടത്. കാരണം ആ മഹത്വം അറിയാത്തവരാണ് അങ്ങനെ പറയുക അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് സതീദേവിയും ദക്ഷനും ഒക്കെ ദക്ഷ പ്രജാപതിയുമായിട്ട് ഒരു ശിവനുമായിട്ടും ഒക്കെ ഒരു വഴക്ക് പോലെ, അതായത് അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ സഭയിൽ വെച്ച് സതീദേവി സ്വന്തം അച്ഛൻ തന്നെ അവമാനിക്കുകയും അതിൻ്റെ പേരിൽ ദക്ഷയാഗം എന്ന പേരിൽ അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഇവിടെ ദേവിയുടെ അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് പറഞ്ഞു എന്ന് മാത്രം. അപ്പം അങ്ങനെ ആ സതീദേവി ദേഹത്യാഗം ചെയ്യുകയാണ്. യോഗാഗ്നിയിൽ തൻ്റെ ശരീരത്തെ നശിപ്പിക്കുകയാണ്. അച്ഛൻ തന്നെ അപമാനിച്ചതുകൊണ്ട് അച്ഛൻ തന്ന ശരീരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ആ ശരീരം ഉപേക്ഷിച്ച് പിന്നീട് വീണ്ടും ശിവന്റെ ഭാര്യയായിട്ട് പാർവതി ആവാൻ വേണ്ടി വീണ്ടും ജനിക്കുകയാണ്. അപ്പം അങ്ങനെ ആ മനസ്സിൽ ശിവനിൽ ചേരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി സതീദേവി തൻ്റെ ദേഹം ഉപേക്ഷിച്ചപ്പോൾ വീണ്ടും ഹിമവാന്റെ മകളായിട്ടാണ് പാർവതി ദേവി, അതായത് പർവ്വതത്തിൻ്റെ മകളായിട്ട് പാർവതി ദേവിയായിട്ട് വീണ്ടും അവതരിക്കുകയാണ് ആ ദേവി. എന്നിട്ട് ആ ശൈലപുത്രി എന്ത് ചെയ്യുന്നു? ശിവനെ കിട്ടാനായിട്ട് തപസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ ശിവനെ തപസ് ചെയ്തു ഈ സമയത്ത് എന്ന് പറയുന്നു. ആ തപസ്സിലൂടെ ശിവനെ പാർവതിക്ക് ലഭിക്കുകയും ചെയ്തു. അതുപോലെ ഏതൊരാൾക്കും എന്ത് ഈ നവരാത്രിക്ക് ചെയ്യുന്നു 9 ദിവസം, അപ്പോൾ എന്ത് ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ 9 ദിവസം ദേവിയെ ആരാധിക്കണം. എങ്ങനെയൊക്കെ ആരാധിക്കണം? മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ. ഇപ്പം നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ വ്രതത്തിന് പ്രത്യേകതകളൊക്കെ ഇല്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മൾ വ്രതം എടുക്കണം. അപ്പം എങ്ങനെയൊക്കെ വ്രതം എടുക്കണം? രാവിലെ നേരത്തെ കുളിച്ചിട്ടേ ആഹാരം കഴിക്കാൻ പാടൂ. പിന്നെ നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ആഹാരം കഴിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. മഹാനവമി ദിവസം മാത്രം ആഹാരമൊന്നും ഒട്ടും ആഹാരം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഒരു ഉപവാസം എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ വിജയദശമി ദിവസമാണല്ലോ എല്ലാം വിജയം. അപ്പോൾ ഈ 9 ദിവസം നമ്മൾ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞ് വിജയദശമി ദിവസം 10ാം ദിവസം നമുക്ക് ദേവി വരം തരികയാണ്. അതുകൊണ്ടാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം മഹിഷാസുരനെ വധിച്ചു, അതുപോലെ രാവണനെ വധിച്ചു, അങ്ങനെ ഒക്കെ പറയുമ്പോൾ എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മളിലുള്ള ഇന്നത്തെ ഒരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിലുള്ള നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുക തന്നെയാണ്. നമ്മളിലുള്ള കാമം, ക്രോധം, ലോഭം, മോഹം ഇങ്ങനെയുള്ളത് വ്രതത്തിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു ശുദ്ധി കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ ദേവി നമ്മളിലുള്ള കാമക്രോധ ലോഭ മോഹവിധ എന്നുള്ള അസൂയ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയില്ലേ അധർമ്മ ചിന്തകൾ, അതൊക്കെ എല്ലാം അവിടെ ഇല്ലേ? ഇപ്പം ഇന്ന് നോക്കൂ,
ഒരു സാധനം ഇപ്പം അധർമ്മം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇപ്പം നമ്മൾ ഒരാളെ കൊല്ലൽ മാത്രമല്ല, അങ്ങനെയും ചെയ്യുന്നുണ്ട് ആൾക്കാർ. അത് മാത്രമല്ല അധർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പം പദാർത്ഥങ്ങളിലൊക്കെ മായം ചേർക്കുന്നില്ലേ, സാധനങ്ങളിൽ മായം ചേർത്ത് വിൽക്കുന്നത് അധർമ്മമാണ്, കൈക്കൂലി വാങ്ങുന്നത് അധർമ്മമാണ്. എന്നിട്ട് അവർ പറയും ഓ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ജീവിക്കുക, ഈശ്വരനൊന്നുമില്ല, ആരും ഒന്നും ചെയ്യില്ല, ഇങ്ങനെ ജീവിക്കുക എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്രയോ പേരെ നമ്മൾക്ക് കാണാം, ദൈവവിശ്വാസം പോലും ഇല്ലാത്തവർ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുക, ആ അറിവില്ലായ്മയാണ് മഹിഷം എന്ന് പറയുന്നത്, പോത്തിൻ്റെതായ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. കാരണം അങ്ങനെ ആയിപ്പോവുകയാണ്. ആ ലിത്താർജിക് എന്നൊക്കെ നമ്മൾ പറയും നമ്മളിൽ. പിന്നെ രാവിലെ എഴുന്നേക്കാൻ മടി, എല്ലാ പണികൾ ചെയ്യാനുള്ള ഒരു മടി, എല്ലാ തരത്തിലുള്ള ലേസിനെസ്, രണ്ട് തരത്തിലും അത് നമ്മുടെ നെഗറ്റീവ് എനർജി എന്ന് പറയും, അതും നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെ കളഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ എല്ലാ ജോലിയും നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ദൈവവിശ്വാസത്തോടെ ധ്യാനം ചെയ്ത് ദേവി മഹാത്മ്യം വായിക്കാം, അല്ലെങ്കിൽ ലളിത സഹസ്രനാമം വായിക്കാം. അത് എല്ലാവർക്കും പറ്റുന്നതാണ്. ഇനി അതൊന്നും പറ്റില്ലെങ്കിൽ ലളിത സഹസ്രനാമത്തിൽ ഏതെങ്കിലും ഒരു നാമം എടുത്തിട്ട് നമ്മൾ ചൊല്ലിയാലും മതി. എത്രയോ നാമങ്ങളുണ്ട് ദേവിയുടെ. അപ്പം നമുക്കതിൽ ഇപ്പോൾ ഓം മഹാലക്ഷ്മിയെ നമ അത് ചൊല്ലാം, ഓം പാർവതി ദേവിയെ നമ അത് ചൊല്ലാം, അങ്ങനെ പിന്നെ പാർവതി സ്തുതികൾ ചൊല്ലാം. അങ്ങനെ എന്ത് സ്തുതികൾ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. അങ്ങനെ ഒന്നാം ദിവസം നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ നേരത്തെ കുളിച്ച് നമ്മുടെ അമ്പലം, ചില സ്ഥലങ്ങളിലൊക്കെ ബൊമ്മക്കൊലു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് കണ്ടിട്ടില്ലേ, ബ്രാഹ്മിൻസിൻ്റെ. ഇപ്പം ബ്രാഹ്മിൻസൊക്കെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ബ്രഹ്മത്തെ അറിയുന്നവൻ. അവർ ജന്മനാൽ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ജന്മനാൽ ബ്രഹ്മത്വം ലഭിച്ചവരുണ്ട്. അതെങ്ങനെ, തലമുറകളായി. ഇനി നമുക്ക് കർമ്മം കൊണ്ടും ബ്രാഹ്മണനായി തീരാൻ സാധിക്കും. കർമ്മം കൊണ്ടും നമുക്ക് ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞവരെന്നുള്ള അർത്ഥമാണ്. അപ്പം അതിന് നമുക്ക് കർമ്മം കൊണ്ടും ആ ലെവലിലേക്ക് എത്താം. നമ്മൾ ഒരു പക്ഷേ ബ്രാഹ്മണനായി ജനിച്ചില്ലെങ്കിലും ബ്രാഹ്മണനെ പോലെ ആവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഈശ്വരീയത നമുക്ക് കിട്ടും. ദേവി മാഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ദേവി കവചം നമ്മൾ ദിവസം ചൊല്ലുകയാണെങ്കിൽ, ദേവി മാഹാത്മ്യം വായിക്കുന്നതും വളരെ നല്ലതാണ്. ദേവി മാഹാത്മ്യം വായിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ സമയത്ത് ദിവസവും കുളിച്ചിട്ടേ അത് വായിക്കാൻ പാടൂ. പിന്നെ നോൺ വെജ് കഴിക്കാൻ പാടില്ല. ഒരു വൃദ്ധം പോലെയൊക്കെ ഇരുന്നിട്ട് വേണം നമ്മൾ ദേവി മാഹാത്മ്യം വായിക്കണമെങ്കിൽ. വെറുതെ ദേവിയുടെ നാമങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും നോക്കാനില്ല. പക്ഷേ ഈ 9 ദിവസവും വ്രതം നമ്മൾ പാലിക്കണം. നേരത്തെ കുളിക്കുക, അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പാലിക്കുക. എന്നിട്ട് ദേവിയുടെ സ്തുതികൾ ചൊല്ലാം. എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ചിലവാക്കുക, വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കുക. പിന്നെ എപ്പോഴും മനസ്സ് നമ്മുടെ ദേവിയിൽ തന്നെ ഉണ്ടാവാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലുള്ള ആ നെഗറ്റീവ് എനർജിയൊക്കെ പോയിട്ട് നമ്മൾ തന്നെ ഒരു പുതിയ ആളായി മാറും. ഈ 9 ദിവസം കഴിയുമ്പോൾ 10ാമത്തെ ദിവസം ആകുമ്പോഴേക്കും, അതാണ് 10ാമത്തെ ദിവസം നമ്മൾ വിജയദശമി ദിവസം കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്തുകയൊക്കെ ചെയ്യില്ലേ. എന്തുകൊണ്ടാണ്, പുസ്തകമൊക്കെ പൂജിച്ചെടുക്കില്ലേ, ആയുധങ്ങളെല്ലാം പൂജിച്ചെടുക്കില്ലേ. എന്തുകൊണ്ടാണത്, നമ്മളുടെ കർമ്മം, ജോലിയിലുള്ള വിഷമതകൾ, പലർക്കും ജോലിയിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ജോലി കിട്ടാതിരിക്കുക, ജോലി പോവുക, ജോലി ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെ പല തടസ്സങ്ങൾ വരുന്നതിന് നമ്മൾ ഈ നവരാത്രിക്ക് എല്ലാത്തിൻ്റെയും നമ്മൾ ആ നവരാത്രി സമയത്ത് എല്ലാം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കും. അതായത് ഇപ്പോൾ ഒരു പാട്ട് പാടുന്നവരാണെങ്കിൽ ആ സമയത്ത് ദേവി അരങ്ങേറ്റങ്ങളൊക്കെ വയ്ക്കും, ദേവി സന്നിധിയിൽ പാട്ട് പാടുക. നൃത്തം ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ആ 9 ദിവസം അമ്പലങ്ങളിൽ നമ്മൾ നൃത്തമൊക്കെ വയ്ക്കാറുണ്ട്, നൃത്ത പരിപാടികളൊക്കെ വയ്ക്കാറുണ്ട്. പിന്നെ ദേവി മാഹാത്മ്യ പാരായണം, നാരായണീയ പാരായണം, അതുപോലെ ലളിത സഹസ്രനാമ പാരായണീയം, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ 9 ദിവസം നമ്മൾ ദേവിയെ ആരാധിച്ചുകൊണ്ട് പിന്നെ 10ാമത്തെ ദിവസം നമ്മളുടെ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ നവരാത്രിയുടെ തുടക്കം അത് നമുക്ക് തുടങ്ങിയിട്ട് നമ്മൾക്ക് ശ്രമിച്ചു നോക്കാം. നമുക്കും വിജയം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഇന്ന് തന്നെ ശ്രമിക്കുക. നമസ്കാരം.